നമുക്ക് അല്പം നേരത്തെ ഇന്നത്തെ മീറ്റിംഗ് നിർത്തണം. കറക്റ്റ് 7:30 മണിയാകുമ്പോൾ തന്നെ നിർത്തണമെന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടല്ലോ. ഞാൻ ആദ്യം നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടോട്ടെ. സൂമിലുള്ളവരെ കുറച്ച് പേരെ എന്നെ മുഖം കാണിക്കുന്നുള്ളൂ. സാരമില്ല, മുഖം കാണിക്കുന്നവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ സന്തോഷനാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എനിക്ക് ചിരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണെന്ന്? നിങ്ങൾ എന്നെ കണ്ടില്ലേ ഞാൻ എപ്പോഴും ചിരിക്കുന്നത്? ശിവരാജൻ ആൻറ്റി ഓർത്ത സ്തോത്രം എൻ്റെ വാക്കിനെ പരിഗണിച്ചിരിക്കുന്നു. ലിജ സിസ്റ്റർ, പ്രൈസ് ഗാഡ്, വെൽക്കം വെൽക്കം വെൽക്കം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കൂട്ടായ്മയിൽ പുതിയതായിട്ട് പരിശുദ്ധാത്മാവ് കുറച്ച് ആൾക്കാരെ അയച്ചിട്ടുണ്ട്. നിങ്ങളെ എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഫോണിൽ സംസാരിച്ചതാണ്. എന്നാലും നിങ്ങൾ രാത്രി 9:30 മണിക്ക് നടക്കുന്ന ടങ്സ് പ്രെയറിൽ കയറിയാൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും നമുക്ക് സംസാരിക്കാൻ. കാരണം ഇന്ന് വേറെ ചില അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റ് 7:30 മണിക്ക് എൻ്റെ മീറ്റിംഗ് നിർത്താനാണ് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. പക്ഷേ ഒരു അതിശക്തമായിട്ടുള്ളൊരു ദൈവിക ആലോചനയും പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം ഒട്ടും തന്നെ കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് നേരെ തിരുവെഴുത്തിലേക്ക് പോവുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇന്ന് കൊണ്ടുവന്നത് അവൻ്റെ അഗാപ്പെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ആ ഒരു വേർഡ് പരിശുദ്ധാത്മാവിൻ്റെ നാവിലേക്ക് തന്നത്. അഗാപ്പെ, അഗാപ്പെ. എനിക്കതിനെക്കുറിച്ച് എന്താ പറയുന്നത്, ഞാൻ വിവരിച്ചു കഴിഞ്ഞാൽ അത് വിവരണങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോവും. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, വർണ്ണനാതീതമായി പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് അഗാപ്പെ. വർണ്ണനാതീതമാണ്. അത് വാക്കുകൾ കൊണ്ടൊരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതും വാക്കുകൾക്കകത്ത് ഒതുങ്ങാത്തതുമാകുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ അഗാപ്പെ. ആ ഒരു കൂട്ടായ്മയിൽ ആയ വ്യക്തികളാണ്, അല്ലെങ്കിൽ അവർ അഗാപ്പയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ജനമാണ് കർത്താവിൻ്റെ സാക്ഷികളായി മാറാനും അവരെ കൊണ്ട് നടന്ന ദൈവപ്രവർത്തികൾ എഴുതി വയ്ക്കാൻ, ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്താനും തയ്യാറായതും പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത്. സോ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം? ഇപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ അഗാപ്പയ്ക്ക് വേണ്ടി കൊതിക്കണം. 1. 2, നിങ്ങൾ ആ അസോസിയേഷനകത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ അതിൻ്റെ 17-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് അഥേനയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജനത്തോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. അതിന് മുന്നേ വായിക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. ഞാൻ വായിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ലതാനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയിൽ
ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതില്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യണമെങ്കിലും, നിങ്ങളെയും കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിലും, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാനും താങ്കളും ഭൂതലത്തിലുള്ള സകല ജനവും മാനസാന്തരപ്പെടണം. ഈ വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പലർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. മെസ്സേജിന് പവർ കുറവായിരിക്കുമെന്ന് മുന്നമേ കണക്കാക്കിയിട്ട് അവർ ആ മീറ്റിങ്ങോ മെസ്സേജോ മാറ്റുകയോ, ഇതൊരു ചർച്ച് മെസ്സേജ് ആണെങ്കിൽ ആ സെക്കൻഡ് മുതൽ അവർ സുഖമായിട്ട് ആ ചെയറിലിരുന്ന് ഉറക്കം പിടിക്കുകയോ മറ്റെന്തെങ്കിലും ചിന്തിച്ച് 1.5 മണിക്കൂർ സമയം പോക്കുകയോ ആണ് പതിവ്. പക്ഷേ വിശുദ്ധ ബൈബിൾ മാനസാന്തരത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം അവർ ചെവിയും ഹൃദയവും കൊടുക്കുമ്പോൾ, അവർ ചെവിയും ഹൃദയവും കൊടുക്കുന്ന സകല നന്മ, അത് ബൈബിളിൽ നിന്നെടുത്താണ് ഞാൻ ആ വാക്ക് വായിച്ചത്, സകലവും ജീവനും ശ്വാസവും സകലവും കൊടുക്കുവാൻ കഴിയുന്ന ദൈവം എന്നാണ് പൗലോസ് സർവശക്തനെ കുറിച്ച് അഡ്രസ് ചെയ്തിരിക്കുന്നത്. സകലവും എന്ന വാക്കിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇല്ല. സകലവും എന്ന വാക്കിനകത്ത് സെലക്ഷൻസ് ഇല്ല. സകലവും, കാരണം ഭൂമിയും അതിലെ ഉപരിതലവും അതിലുള്ള സകലവും ഉളവാക്കിയ ദൈവത്തിന് അവനിൽ വിശ്വസിക്കുകയും അവനിൽ ചരിക്കുകയും അവനിൽ ജീവിക്കുകയും അവനിൽ ഇരിക്കുകയും ചെയ്യുന്നവന് വേണ്ടി സകലവും നൽകുവാൻ കഴിയുമെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും, പൗലോസിന്റെ തിരുവെഴുത്തുകൾ വായിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഞാൻ ഇന്ന് ഈ സഭയോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത് പ്രകാരമുള്ളൊരു മാനസാന്തരം ആവശ്യമാണ്. മനസ്സിനുണ്ടാകുന്ന രൂപാന്തരമാണ് മാനസാന്തരം. മനസ്സിനുണ്ടാകുന്ന പുതുക്കമാണ് മാനസാന്തരം. എവിടെ ഒരുവന്റെ മനസ്സ് രൂപാന്തരപ്പെടുന്നോ, എവിടെ ഒരുത്തന്റെ മനസ്സ് പുതുക്കപ്പെടുന്നോ, അവിടെ അവന്റെ ചിന്തകൾക്ക് രൂപാന്തരം സംഭവിച്ചിരിക്കും. ഇത് ഒന്നും അറിയാത്ത പൊട്ടന്മാരോടല്ല പൗലോസ് സംസാരിക്കുന്നത്, അക്ഷരവിദ്യാഭ്യാസമില്ലാത്തവരോടല്ല, കണ്ണി കാണുന്നതിനെ കൊണ്ട് കാണിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നവരെ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. പൗലോസ് പറയുന്നു, പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് അഥേന പുരുഷന്മാരെ, അഥേനയിലുള്ള ജനത്തോടാണ് പൗലോസ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഭൂലോകം മുഴുവനോടുള്ള ജനത്തോടും. അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ. അപ്പൊ ഭക്തി കെട്ടവന്മാരാണോ? ഭക്തി ഇല്ലാത്തവരാണോ? പൗലോസ് വന്ന് ഭക്തിയുടെ ABCD പഠിപ്പിക്കേണ്ടവരാണോ? അല്ല. പക്ഷേ അവരുടെ വർഷിപ്പിലാണ് തെറ്റ്. അവർ വർഷിപ്പർ ആണെന്നുള്ളത് ഒരു തെറ്റല്ല, അവരുടെ വർഷിപ്പ് ആരോടാണെന്നുള്ളതാണ് തെറ്റ്. നീ വിശ്വാസിയാണെന്നുള്ളത് തെറ്റല്ല, പക്ഷെ നീ എന്തിൽ വിശ്വസിക്കുന്നു, എന്തിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് തെറ്റ്. നീ ഒരു ഫോളോവർ ആണെന്നുള്ളത് തെറ്റല്ല, പക്ഷേ നിങ്ങൾ എന്തിനെ ഫോളോ ചെയ്യുന്നു അവിടെയാണ് മിസ്റ്റേക്ക് ഇരിക്കുന്നത്. ഇന്ന് ദൈവം സാത്താൻ ബാധിതരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞവരോടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരു ദൈവ പൈതലാണ് എന്ന് പറയുകയും അതൊരു തെറ്റാണോ? അല്ല. ഞാൻ ആരുടെ ബിലീവറാണ്? ഞാൻ കർത്താവിന്റെ ബിലീവറാണ്. പക്ഷേ ഞാൻ എന്നവൻ എന്തിനെ ഫോളോ ചെയ്യുന്നു?
ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, ഞാൻ ദൈവത്തിന് വേണ്ടപ്പെട്ട വ്യക്തിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനെ ഫോളോ ചെയ്യുന്നു, അവിടെയാണ് ചോദ്യം കിടക്കുന്നത്. ഞാൻ എന്തിനെ ഫോളോ ചെയ്യും? ഞാൻ ദൈവത്തിൻ്റെതാന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെതായതിനെ മാത്രമാണോ ഫോളോ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ലേബലും ഒട്ടിച്ച് എനിക്കിഷ്ടമുള്ള വഴിയിലൊക്കെ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ? എൻ്റെ ക്രിസ്ത്യൻ ലൈഫിൽ ഞാൻ ഡീവിയേഷൻ എടുക്കുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ, എല്ലാറ്റിലും അതിഭക്തന്മാർ, എല്ലാറ്റിലും അതിഭക്തന്മാർ. പൗലോസ് അംഗീകരിച്ച കാര്യമാണ് അവരുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് അങ്ങനെ പറയണോ? വേണ്ട. ഞാൻ നമ്മുടെ വിശ്വാസി കൂട്ടത്തിൻ്റെ ഇടയിൽ കാണാത്തത്ര വിശ്വാസം ഞാൻ മറ്റു കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ മര്യാദ ഞാൻ അവരിൽ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ, എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അപ്പൊ പൗലോസിനെ കണ്ട് മനസ്സിലാക്കത്തക്ക തരത്തിലുള്ള പ്രവൃത്തികൾ, അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രവൃത്തികൾ അവരിൽ കണ്ടു. ആ പ്രവൃത്തികളിൽക്കകത്താണ് തെറ്റ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭക്തനായതൊരു തെറ്റല്ല, പക്ഷേ എന്ത് ഭക്തിയോടെ നീ എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് തെറ്റ്. മാനസാന്തരം എവിടെയാണ് വരേണ്ടത്? മാനസാന്തരം മനസ്സിലാണ് വരേണ്ടത്. മനസ്സ് പുതുക്കുന്നതിലൂടെ അവൻ്റെ പ്രവൃത്തികൾക്കകത്തും വ്യത്യാസം വന്നിരിക്കും. മനസ്സ് പുതുക്കുന്നതിലൂടെ അവൻ്റെ കർമ്മത്തിൽ വ്യത്യാസം വന്നിരിക്കും. മനസ്സ് പുതുക്കുന്നതിലൂടെ അവൻ്റെ ബിലീവ് സിസ്റ്റത്തിനകത്ത് വ്യത്യാസം വന്നിരിക്കും. മനസ്സ് പുതുക്കുന്നതിലൂടെ അവന്റെ ചിന്താമണ്ഡലങ്ങൾക്കകത്തും വികാരമണ്ഡലങ്ങൾക്കകത്തും വ്യത്യാസം വന്നിരിക്കും. നീ ഭക്തനാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഭക്തി ഒരു തെറ്റുമല്ല, പക്ഷെ നിന്റെ ഭക്തി എന്തിനോടാണ് എന്നത് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു. ദൈവത്തിൽ ഭയങ്കര വിശ്വാസമുള്ളതും അനുഭവമുള്ളതും സാക്ഷ്യമുള്ളതുമാകുന്ന വ്യക്തികൾ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ പണത്തിന്റെ പുറകെ പോയാൽ അവൻ പണത്തിന്റെ ഫോളോവറായി മാറി. ദൈവത്തിൽ നല്ല സാക്ഷ്യമുള്ള, നല്ല അനുഭവമുള്ള ഒരു വ്യക്തി മനുഷ്യ വിഗ്രഹങ്ങളുടെ പുറകെ പോയാൽ, അതിനിപ്പോ എന്ത് ഗ്രേഡിൽ നിൽക്കുന്ന ആളായാലും, മനുഷ്യ വിഗ്രഹങ്ങളുടെ പുറകെ പോയാൽ അവൻ മനുഷ്യ വിഗ്രഹത്തിന്റെ ഫോളോവറായി മാറി. കർത്താവിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവഭക്തൻ, ഒരു വിശ്വാസി, ഒരു വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ, അവൻ സാക്ഷ്യമുള്ളവനായി ജീവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന് അവൻ പറയുമ്പോൾ, അവൻ ദൈവത്തെയോ ദൈവവചനത്തെയോ വിട്ട് തിരുവെഴുത്ത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന എന്തൊന്നിനെയും, എന്തൊരു വിഗ്രഹത്തെയും, അത് ആൺ വിഗ്രഹമോ പെൺ വിഗ്രഹമോ, അത് മനുഷ്യന് കാണാൻ കൊള്ളാവുന്നതോ കൊള്ളാത്തതോ, മനുഷ്യന് തിന്നാൻ കൊള്ളാവുന്നതോ തിന്നാൻ കൊള്ളാത്തതോ, എന്തിന്റെ പുറകെ പോയാലും പാപം, തെറ്റ്. ആ പ്രവൃത്തിയാണ് തെറ്റ്. ഏതെന്റെ അകത്തും ഉണ്ടായിരുന്നു തിന്നാൻ കൊള്ളാവുന്നതും തിന്നാൻ കൊള്ളുകയല്ലാത്തതും ഉണ്ടായിരുന്നു. എന്താണ് തെറ്റ്? അവർ പഴം തിന്നതല്ല തെറ്റ്. അത് എന്നെ ആരോ തുറച്ചു നോക്കി, ബാക്കി ഇവിടെ കേട്ടിട്ടാവട്ടെ. അവർ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്തതാ തെറ്റ്. പ്രവൃത്തിയല്ലേ നിന്നെ കൊണ്ട് തീറ്റിച്ചേ? നീ പ്രവൃത്തി ചെയ്താൽ നീ തിന്നും. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നീ തിന്നും മോനെ. ബൈബിൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. കർമ്മഗുണവും ഉണ്ട്, കർമ്മദോഷവും ഉണ്ട്. അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ. എല്ലാറ്റിലും എന്നാ നിങ്ങൾ ഓർക്കണം. എന്നെ ചൂണ്ടിക്കാണിച്ചാൽ ചിലപ്പോൾ 5 തെറ്റ് പറയാനുണ്ടാവും. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നു എല്ലാറ്റിലും അതിഭക്തന്മാർ. അപ്പൊ വിശ്വാസത്തിൽ ചൂട് പിടിച്ചവരോടായി സംസാരിക്കുന്നത്. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ, വിശ്വാസത്തിൽ ചൂടുള്ളവരോട് വല്ലതും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് ആ മെസ്സേജും കൂടെ കേട്ടേച്ച് ഒരു വീശി അവരങ്ങ് പോകും. വിശ്വാസത്തിൽ ചൂടുള്ളവരോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്നാകണം. എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലാത്തവരെ എനിക്ക് ഇഷ്ടവുമല്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്നാകണം. ഞാൻ
ഞാൻ ഇന്ന് രാവിലെയാണോ ഞാനൊരു വചനം വായിച്ചു, ഞാനതിവിടെ എഴുതി വെച്ചില്ല. പൗലോസ് പോലും ഞാൻ വല്ലവിധേനയും എന്നാ അവിടെ പറഞ്ഞേക്കുന്നത്. വല്ലവിധേനയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതിശക്തമായി നിന്നൊരു അഭിഷിക്തൻ അവർ, ഞാൻ വല്ലവിധേനയും ഒന്ന് സ്വർഗം പറ്റിക്കോട്ടെ എന്ന്. അപ്പോ വിശ്വാസത്തിൽ ചൂടുള്ളവരോട് എനിക്കിന്ന് സംസാരിക്കേണ്ടത്, എനിക്ക് വിശ്വാസത്തിനകത്ത് അഭിനയിക്കുന്നവരെയോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഭക്തനാണെന്ന് പറയുന്നവരെയോ അവരോടല്ല. എന്നെ ഇന്ന് കാണുന്ന ഇത്രയും ജനത്തോടും ഞാൻ ആത്മാവിൽ പറയും, നിങ്ങളെല്ലാവരും 220ഓളം പേര് ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ 220ഓളം പേരിൽ ഞാൻ കാണുന്നത് ആത്മാവിൽ ചൂട് പിടിച്ച ജനത്തെയാണ്. ആത്മാവിൽ ചൂട് പിടിച്ച ജനത്തെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളോട് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് ഈ മെസ്സേജ് പ്രീച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു നിലവാരത്തിലേക്ക് വരാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. കാരണം എന്നാ, ഞാൻ ഇതുവരെ ഉയർന്നില്ല എന്നല്ല, അതിനേക്കാൾ അപ്പുറമായി എനിക്കൊന്നും കൂടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഞാൻ ഉയരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടേച്ച് ഇവിടെ വന്നിരുന്ന് ഉപവസിക്കേണ്ട കാര്യമില്ല എൻ്റെ സഹോദരി. മനസ്സ് പുതുക്കി നീ രൂപാന്തരപ്പെട്ടാൽ നിനക്ക് അടുത്ത ദിവസം സാങ്ഷൻ ലെറ്റർ വന്നു കഴിയും. എന്തിനാ? അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക. നീ സ്പിരിച്വാലിറ്റിയുടെ അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക, നീ ശുശ്രൂഷയുടെ അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക, നീ വിശ്വാസത്തിന്റെ അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക, നീ കൃപാവരത്തിന്റെ അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക, നീ ആത്മാവിന്റെ ശുശ്രൂഷയുടെ അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക, നീ കർത്താവിന്റെ സാന്നിധ്യം വഹിക്കുന്ന അടുത്തൊരു ഗ്രേഡിലേക്ക് കയറുക. കാര്യം എന്നാ? ദൈവത്തിന് നിന്നെ ഒരു കാരിയറാക്കാൻ, നിന്നെ ഒരു കണ്ടെയ്നറാക്കാൻ കൊള്ളാമെന്നുള്ളവനാണെന്ന് കണ്ടാൽ ആ സെക്കൻഡിൽ സ്വർഗം നിന്നെ, എസ്പെഷ്യലി ഈ എൻഡ് ടൈമിൽ ദൈവം നിന്നെ യൂസ് ചെയ്യും. നിന്റെ കർമ്മ മേഖലയെ നീ ശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്താൽ അടുത്ത സെക്കൻഡിൽ നിന്റെ കർമ്മരംഗത്തിന്മേൽ ഒരു വിടുതൽ സംഭവിക്കും. നിന്റെ മാനസിക മേഖലയെ നീ ശുദ്ധീകരിക്കാൻ ഒരു തീരുമാനമെടുത്താൽ അടുത്ത സെക്കൻഡിൽ നിന്റെ മനസ്സ് ദൈവത്തെക്കുറിച്ച് മനനം ചെയ്തു തുടങ്ങും. നിന്റെ ബുദ്ധിമണ്ഡലത്തെ നീ ശുദ്ധീകരിക്കാൻ തയ്യാറെടുത്താൽ അടുത്ത സെക്കൻഡിൽ നീ ഹെവൻലി റെവലേഷൻസ് കണ്ടു തുടങ്ങും. ആമേൻ. അഥേന പുരുഷന്മാരെ, പൗലോസ് വെറുതെ ഒന്നുമല്ല അവിടെ ചെന്നേ, കാരണം ഭക്തിയുള്ളവരെന്ന് കണ്ടു. അടുത്തൊരു മെസ്സേജ് ഞാൻ പറയാം. ദൈവത്തിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ദൈവത്തിന് ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ഒരു ദൈവവിശ്വാസിയായിരിക്കണം. ദൈവത്തിലും വിശ്വാസമില്ല, സാധാരണയിലും വിശ്വാസം ഇല്ലാത്തവരെടുത്ത് ചെന്ന് നമ്മൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞ എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് കണ്ടായിരുന്നു. അതിനകത്ത് ആ ദൈവമനുഷ്യൻ പറയുന്നൊരു വാക്കിന് ഞാൻ 100 മാർക്ക് കൊടുത്തതാ. എന്ന് വെച്ചാൽ, ഞാൻ കർത്താവിനെ അറിഞ്ഞ് ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ ഒരു ചിന്തയാണ് അഭിഷിക്തൻ പറഞ്ഞത്. എന്താണെന്നറിയാമോ? സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് ബെഗ് ചെയ്യരുതെന്ന്. ദൈവത്തിൻ്റെ വേർഡിനെ കുറിച്ച് ഒരു വ്യക്തിയോട് പറയുമ്പോൾ പുള്ളിയേക്കാൾ ഏറ്റവും കൂടുതൽ താഴ്ന്ന, അറിയാവോ, നമ്മുടെ കർത്താവായ യേശുവാ ജീവനുള്ള ദൈവം. ഇത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രീച്ച് ചെയ്യുന്നത് പോവർട്ടിയുടെ, ദാരിദ്ര്യത്തിന്റെ സുവിശേഷമാണ്. എൻ്റെ കർത്താവിനെ ഒരാളുടെ മുമ്പിൽ ചെന്ന് അങ്ങനെ ഒന്ന് അംഗീകരിക്കാവോ, യേശുവിനെ ഒന്ന് അംഗീകരിക്കാവോ, സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാവോ? കർത്താവിന് ആള് കിട്ടാതെ ഇരിക്കുന്നില്ല. ഒരു ദീപു കൃഷ്ണ യേശുവിനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ 1 കോടി ദീപു കൃഷ്ണമാരെ ഒരുക്കാൻ എൻ്റെ കർത്താവിന് പഞ്ഞമില്ല എന്നാ ഞാൻ പറഞ്ഞ എൻ്റെ സാരം. എൻ്റെ പേര് പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ദൈവത്തെ നിരസിക്കുന്നവന്റെ മുമ്പിൽ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അറഗന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ കർത്താവിന്റെ സമൃദ്ധിയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം എന്തിനുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ സുവിശേഷമായി വെച്ചു കൊടുക്കുന്നു? അതുകൊണ്ട് പൗലോസ് ആ ടോണിൽ തന്നെ സംസാരിച്ച, അഥേന പുരുഷന്മാരെ, നീ സാത്താനെ ആചരിക്കുന്നതെന്നൊന്നും അല്ല അവിടെ പറഞ്ഞ്. അഥേന പുള്ളി അംഗീകരിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം അംഗീകരിച്ചത് അവരുടെ ഭക്തി മാർക്ക് കൊടുത്തു. അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും ആദി ഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. നുണ പറഞ്ഞൊന്നും അല്ല, ചുമ്മാ സുഖിപ്പിച്ചൊന്നും അല്ല, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞതാ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ വീണ്ടും ജനിക്കപ്പെട്ട ജനത്തിന്റെ ഇടയിലില്ലാത്ത വിശ്വാസം മറ്റു പലരും ആചരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കണ്ട സത്യം പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പൗലോസും അത് കണ്ടു.
പൗലോസ് കണ്ടതിനെ മെല്ലെ അങ്ങ് പൊതിഞ്ഞ് സംസാരിച്ചൊന്നുമില്ല. കണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞു. കണ്ടത് പറയാൻ പഠിക്കണം. കണ്ടത് പറയുന്നവനാണ് സാക്ഷി. കണ്ടത് പറയുന്നവനാ സാക്ഷി. അല്ലാതെ എനിക്കൊരു മുഴയുണ്ടായിരുന്നു, മുഴ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായി പോയി, ഞാൻ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ കർത്താവ് എനിക്ക് തന്ന ആയുസ്സിന് ആരോഗ്യത്തിനായി സ്തോത്രം എന്ന് പറയുന്നത് മാത്രമല്ല സാക്ഷി. നിന്റെ കണ്ണുകൊണ്ട് കണ്ടത് നീ പറയണം, അതാണ് സാക്ഷി. നിന്റെ ആത്മാവിൽ നീ അറിഞ്ഞത് പറയണം, അതാണ് സാക്ഷി. പറയേണ്ടടുത്തേ പറയാവുള്ളൂ, പറയേണ്ടവരോടെ പറയാവുള്ളൂ, അതാണ് സാക്ഷി. പൗലോസ് കണ്ട വിശ്വാസത്തിൽ പൗലോസ് സാക്ഷി പറഞ്ഞു. നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു, സാക്ഷ്യം പറഞ്ഞു. നമ്പർ 2, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാ സ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന്, ഇവിടെയാണ് പൗലോസിന് സംസാരിക്കാനുള്ളത്. ഭക്തിക്ക് തെറ്റില്ല, ദൈവവിശ്വാസിയായതിന് തെറ്റില്ല. പക്ഷെ നിങ്ങൾ ദൈവവിശ്വാസിയാണ്, നിങ്ങൾ പൂജിക്കുന്ന ദൈവം എന്ന് പറയുന്നിടത്താണ് ഒരു മിസ്റ്റേക്ക് ഉള്ളത്, ഒരു കറക്ഷൻ ഉള്ളത്. ഞാനത് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞ വാക്കാണ്, ഞാനത് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ദൈവശബ്ദം നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന് വല്ലതും പറയാൻ കൊള്ളാമെന്നുള്ളവനുണ്ടെന്ന് കണ്ടാൽ കർത്താവ് ദൂതേൽപ്പിക്കും. അല്ലാതെ ഒരു കൂട്ടരെ കാണുമ്പോൾ അവിടെ ചെന്നിട്ട് മെല്ലെ അവരുടെ ആളായിട്ട് സംസാരിച്ചിട്ട് അവരുടെ സ്നേഹവും പിടിച്ചു പറ്റി, അവരുടെ പ്രീതിയും പിടിച്ചു പറ്റി, അവരുടെ ആളായിട്ടും നിന്നിട്ട് അവരുടെ ശത്രുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ പ്രീതിയും പിടിച്ചു പറ്റി, അവരുടെ ഒരു ചായ മേടിച്ചു കുടിച്ച് അവരുടെ ആളായിട്ട് നിന്ന് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് ശരിയെന്ന് പറയുമ്പോൾ അവിടെയും തടവി, അവിടുന്നും പിടിച്ചു പറ്റി. നോ, ദൈവം അങ്ങനെ ഒരുവനെ അല്ല. മാനസാന്തര സുവിശേഷത്തിന് വേണ്ടി വിളിച്ചതും മാനസാന്തരപ്പെടുത്തിയതും മാനസാന്തരത്തിന്റെ സുവിശേഷം ഏൽപ്പിച്ചതും. തെറ്റ് കണ്ടാൽ തെറ്റ്, ശരി കണ്ടാൽ ശരി. ഒന്നുകിൽ ഊഷ്ണവാൻ അല്ലെങ്കിൽ ശീതവാൻ, ഈ രണ്ടിടത്തും കൂടെ കിടന്ന് മറിയുന്നവൻ സൂക്ഷിച്ചോണം. സ്തോത്രം. നിങ്ങൾ അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അപ്പൊ ഇവിടുത്തെ വിഷയം ഭക്തിയല്ല, ഭക്തിയില്ലാത്തതല്ല വിഷയം. ഭക്തിയില്ലാത്തതല്ല വിടുതൽ കിട്ടാത്തതിന്റെ കാരണം, വിശ്വാസം ഇല്ലാത്തതല്ല വിടുതൽ കിട്ടാത്തതിന്റെ കാരണം, ഉപവസിക്കാത്തതല്ല വിടുതൽ കിട്ടാത്തതിന്റെ കാരണം. പിന്നെ എവിടാ പാസ്റ്ററെ പ്രശ്നം? മനസ്സാ പ്രശ്നം, മനസ്സാ പ്രശ്നം, മനസ്സാ പ്രശ്നം. ഒരാൾ മനസ്സാന്തരപ്പെടേണ്ടത് എപ്പോഴാ? അവൻ എന്നും മരിക്കുവോ അതിന് തൊട്ട് മുന്നേ വരെ മാനസാന്തരപ്പെടണം. വെള്ളത്തിൽ മുങ്ങാൻ വേണ്ടി അന്നേരത്തേക്ക് വന്ന ഒരു ചൂടല്ല മാനസാന്തരം. അവൻ എന്ന് മരിക്കും, ഒരുവൻ എന്ന് മരിക്കുവോ അതിൻ്റെ ആ സെക്കൻഡ് വരെ അവൻ മാനസാന്തരപ്പെടണം. കാര്യം എന്നാ? നീ ജീവിക്കുന്നത് ഈ ലോകത്തിലായതുകൊണ്ട് പല ഗാർബേജസ്, പല അനാവശ്യ കാര്യങ്ങൾ, പല വേണ്ടാത്ത ചിന്തകൾ, പല ഓർമ്മകൾ, പല വാക്കുകൾ, പല വികാരങ്ങൾ നമ്മൾ ആഗ്രഹിക്കാഞ്ഞിട്ടും നമ്മളിലേക്ക് ഇടിച്ചു കയറി വരുന്ന പല ചിത്രങ്ങൾ, പല വ്യക്തികളെ കുറിച്ചുള്ള വാർത്തകൾ, ഇതെല്ലാം ഒരുവന്റെ മനസ്സിനെ ഭരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും മരിക്കുന്നതിന്റെ തലേദിവസമല്ല, മരിക്കുന്നതിന്റെ അന്ന് വരെയും മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത്. Praise the Lord. കർത്താവ് ഇന്ന് വന്നെങ്കിൽ ഇന്ന് മാത്രമായിട്ട് മാനസാന്തരപ്പെട്ടാൽ മതിയായിരുന്നു, ബാക്കി ദിവസം ലാഭം. നിങ്ങൾ അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാ സ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എൻ്റെ ഈ പ്രാർത്ഥനകൾ പോകുന്നത് ഒരജ്ഞാത ദേവനല്ല എന്നുറപ്പുള്ളവന് മാത്രമേ ഇത്ര കണ്ണിങ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പൗലോസിൽ അത് കാണുന്നു. എൻ്റെ പ്രാർത്ഥന പോകുന്നതും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നതും ഒരജ്ഞാത ദേവനല്ല എന്ന് ഉറപ്പുള്ളവൻ ആയി പൗലോസ് എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ, സാത്താന്റെ കോൺട്രാക്ടേഴ്സുമായിട്ട് താൻ കോൺട്രാക്റ്റിൽ, ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റിലും, ഒരു ചെറിയ കോൺട്രാക്റ്റിലെങ്കിലും ഒരു വലിയ കോൺട്രാക്റ്റിലെങ്കിലും ഏർപ്പെട്ടിട്ടില്ല എന്ന
ഉത്തമ ബോധ്യമാണ് ആ മനുഷ്യനെ കൊണ്ട് ആ വാക്ക് പറയാൻ കാരണക്കാരനാക്കിയത്. ഒരജ്ഞാത ദേവന് എന്നെഴുതിയിട്ടുള്ള വേദിക്കല്ല് കാണുന്നു. ഇവർ പൂജിക്കുന്നത് എന്തിനേന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. ഇതാ ഭക്തരുടെ പ്രശ്നം. മോനെ, നീ ആരെയാടാ വർഷിപ്പ് ചെയ്യുന്നത്? നീ ആരെയാ അത് ആരാധിക്കുന്നേ? ഇന്നും സംശയമുണ്ട്. ഞാൻ യേശുവിനെയാണോ അതോ പരിശുദ്ധാത്മാവിനെയാണോ അതോ പിതാവിനെയാണോ ആരാധിക്കേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉള്ളവർ ഇന്നും ക്രിസ്ത്യാനിറ്റിക്കകത്തുണ്ട്. ഞാൻ ഇവരെ 3 പേരെയും അല്ലാതെ ഇനി ഞാൻ വിട്ടേച്ചു വന്ന അതിനെയാണോ ആരാധിക്കേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉള്ളവർ ഇന്നും ഉണ്ട്. അജ്ഞാത ദേവന്. അപ്പൊ ഈ ആരാധിക്കുന്നവർക്ക് അറിയത്തില്ല ഇവരാരെ ആരാധിക്കുന്നേ, ഇവരാരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതാ ശരിക്കും നമ്മുടെ പ്രശ്നം. നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് നമുക്കും അറിയത്തില്ല. പക്ഷെ പൗലോസ് ഇത് മനസ്സിലാക്കിയ ഒരു തലം ജനത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ഇങ്ങനെ കരുതുന്നു, അദ്ദേഹത്തിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. കാര്യം എന്നാ, നമുക്ക് തന്നെ ഇപ്പൊ ഇത്രയും സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് ഇത്രയും സത്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് അനുഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ 1000 ആശയങ്ങൾ വരുന്നു. പക്ഷെ പറയാൻ പറ്റുന്നില്ല. പറയുന്നതിന് വളരെ പരിമിതിയുണ്ട്, വളരെ പരിമിതി കിടക്കുന്നു. എനിക്കത് കുറച്ചും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് സുതാര്യമായിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോ ഇത്രയും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു അഭിഷിക്തൻ എന്നുള്ള നിലയിൽ പൗലോസ്ലീഹ എന്തുമാത്രം സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവും ഈ ലെറ്റർ എഴുതുന്ന സമയത്ത്. ഒന്ന് ഓർത്ത് നോക്കുക. നേരോടെ ജീവിച്ചാലേ അനുഗ്രഹമുള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്നതാണ് എന്നെ ആക്കി തീർക്കുന്നത്. ഞാൻ എന്തിനെ ഫോളോ ചെയ്യുന്നു? നിങ്ങൾ ബൈബിളിനെ ഫോളോ ചെയ്താൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു ദൈവ പൈതലാകും, ഏറ്റവും നല്ലൊരു ശുശ്രൂഷകനാകും, ഏറ്റവും നല്ലൊരു മനുഷ്യനാകും, ഏറ്റവും നല്ലൊരു അയൽവാസിയാകും. അതൊക്കെ ബൈബിളിനകത്ത് കിടപ്പുണ്ട്. നിങ്ങളൊരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രത്തെയോ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു വിപ്ലവകാരിയായി മാറാൻ സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും വേണ്ടാത്തതിനെ ഫോളോ ചെയ്താൽ നിങ്ങൾ ആ പ്രോഡക്റ്റുമായി മാറും. അതങ്ങനെയാണ്. പൗലോസ് പറഞ്ഞു, നിങ്ങളൊരു നല്ല ആരാധനക്കാരാണ്, നിങ്ങൾ നല്ല ഭക്തരാണ്. പക്ഷേ നിങ്ങളുടെ ഒരു വേദിക്കല്ലിന്മേൽ ഞാനൊരു പേര് കണ്ടു, അജ്ഞാത ദേവന്. അവർക്ക് ഒരു ദൈവമുണ്ട് എന്ന് അവർക്കറിയാം, പക്ഷെ ആ ദൈവം എന്താണെന്ന് അവർക്കറിയാം. അവരെന്തിനെ ആരാധിക്കുന്നു എന്ന് അവർ അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നതാണ് ശരി എന്നവർ വിശ്വസിച്ചിരിക്കുന്നു. ദൈവത്തിന് മറുപടി കൊടുക്കാൻ കഴിയുമോ? ഇല്ലയോ? കഴിയത്തില്ല. ദൈവത്തിന് മറുപടി കൊടുക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എൻ്റെ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ, ഞാൻ എന്ത് ബോധ്യത്തോടെ എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാലേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി. തല ചൊറിഞ്ഞുകൊണ്ടിരുന്ന് നമുക്ക് അന്യഭാഷയെ പ്രാർത്ഥിക്കാം, ഒരു തർക്കവും ഇല്ല. മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, തർക്കമില്ല. ഇടയ്ക്കിടയ്ക്ക് TV നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, തർക്കമില്ല. മറുപടി വരണമെന്ന് മാത്രം നിർബന്ധം പിടിക്കരുത്. ഇതിനെയാണ് ജൽപ്പനം എന്ന് പറയുന്നത്. ജൽപ്പനം, കപടഭക്തിക്കാരെ പോലെയുള്ള ജൽപ്പനം. കപടഭക്തിക്കാരെ പോലെ എന്ന് പറയുമ്പോൾ കപടഭക്തിയുള്ളവർ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് യേശു പറയുന്നു. ചുണ്ടിന്റെ മേലുണ്ട്, പ്രവൃത്തിയിലില്ല. വാക്കിലുണ്ട്, പ്രവൃത്തിയിലില്ല. ഇതാണ് ജൽപ്പനം. നമ്മളും അലക്ഷ്യമായി അന്യഭാഷയെ പ്രാർത്ഥിച്ചാലും മാതൃഭാഷയെ പ്രാർത്ഥിച്ചാലും രാഷ്ട്രീയ ഭാഷയെ പ്രാർത്ഥിച്ചാലും നമ്മളും അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മളും കർത്താവ് പറഞ്ഞ ആ കപടഭക്തിക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ജൽപ്പനങ്ങൾ മറുപടി കൊണ്ടുവരുമെന്ന് വിചാരിക്കരുത്. അതിഭാഷണത്താലുള്ള പ്രാർത്ഥന മറുപടി കൊണ്ടുവരുമെന്ന് വിചാരിക്കരുത്.
ഒത്തിരി സമയത്ത് എന്തെങ്കിലുമൊക്കെ സാഹിത്യപരമായി പ്രാർത്ഥിച്ചാൽ മറുപടി കൊണ്ടുവരുമെന്ന് വിചാരിക്കരുത്. പിന്നെയോ എൻ്റെ പ്രാർത്ഥന കപടഭക്തി കൊണ്ട് ഒരു അജ്ഞാത ദേവൻ എടുത്തോണ്ട് പോകത്തില്ലെന്നും, എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അന്യഭാഷകളും എൻ്റെ പ്രാർത്ഥനാ സമയങ്ങളും അതിൻ്റെ മഹത്വം ഒരു അജ്ഞാത ദേവൻ എടുക്കത്തില്ലെന്നും ഉറപ്പുള്ള ഒരു ദൈവവൈതലാണ്. ഒരു വീടിനകത്താണെങ്കിലും ഒരു ചേർച്ചിനകത്താണെങ്കിലും ഒരു 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 സഭയുടെ മുമ്പിലാണെങ്കിലും പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആമേൻ പറയുന്നതിന് മുൻപേ മറുപടിയും കൊണ്ടേ അവൻ പോകത്തുള്ളൂ. ഓ ജീസസ്. പൗലോസ് ഉറപ്പിച്ചു പറയുന്നു, ഒരു വേദിക്കല്ലിന്മേൽ അജ്ഞാത ദേവന് എന്ന് എഴുതി ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു, ഒരു പേര് ഞാൻ കണ്ടു. നിങ്ങൾ ആരെയാ ഉദ്ദേശിച്ചേ? ഗ്ലോറി. സഹോദരൻ, ഞാൻ ഒന്നും കൂടെ തീർത്ത് പറഞ്ഞു തരാം. ഞാൻ അലക്ഷ്യമായി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ സമയത്തെയും നിന്റെ പ്രാർത്ഥനാ ഉദ്യമത്തെയും ഞാൻ തകർത്തടാ എന്ന് പറഞ്ഞ ആ മഹത്വം ഒരു അജ്ഞാത ദേവനാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ തിരിച്ചറിയാതെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ദൈവം മഹത്വപ്പെട്ടോളും, ദൈവം അങ്ങ് ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിച്ചു കളയുമ്പോൾ പല മഹത്വവും നിന്നെ ഞാൻ ഇങ്ങനെ ആക്കിയടാന്ന് പറഞ്ഞ് അജ്ഞാത ദേവനാ കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചതും അഭിഷേകം ചെയ്തതും ഒരു സ്തോത്രമെങ്കിലും സ്തുതിയെങ്കിലും സ്ലിപ്പ് ചെയ്ത് പോകാതെ. നീ ഒരു സ്തോത്രം പറഞ്ഞാൽ അറിയാതെ പറഞ്ഞതാകരുത്, അറിഞ്ഞു പറഞ്ഞതാകണം. നീ ഒരു ആമേൻ പറഞ്ഞാൽ ഇപ്പൊ പലരും ചങ്കിടിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, വേണ്ടടുത്തും വേണ്ടാത്തടുത്തും ആമേനും സ്തോത്രവും ഹല്ലേലൂയയും കയറ്റിയ വ്യക്തിയാ ഞാൻ, അല്ലേ? നെഞ്ചിടിക്കുന്നില്ലേ? മഹത്വം ആരെടുത്തു? ദൈവം എടുത്തു എന്ന് പറയരുത്. ഞാൻ അത്ര സീരിയസ് ആയിട്ടാണ് ഇന്ന് ഈ കാര്യം നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ സഭയോട് സംസാരിക്കുന്നത്. കർത്താവ് എനിക്ക് തന്ന ഈ കൂട്ടത്തോട് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു എന്നൊരു ധൈര്യവും ചങ്കൂറ്റവും എനിക്കുണ്ടല്ലേ. പക്ഷേ ആ ഒത്തിരി പ്രാർത്ഥിച്ചതിലെ ഇത്തിരി സമയമല്ലേ കർത്താവിന് മഹത്വം പോയുള്ളൂ. അപ്പൊ ബാക്കിയോ? അലക്ഷ്യമായി പ്രാർത്ഥിച്ച സമയം. മൊബൈൽ ഫോണിൽ ഒരു ടിങ് ടിങ് കേട്ടപ്പോ ചാടി വീണ് അന്യഭാഷയിൽ തീ പോലെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാ. പക്ഷെ ഒരു ടിങ് ടിങ് കേട്ടപ്പോ ചാടി മൊബൈലിൽ വീണു. ആ മഹത്വം എവിടെ? അപ്പോ നീ ആരിൽ ശ്രദ്ധിച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? ഫോൺ ടിങ് ടിങ് അടിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഒരു കണ്ണിട്ടിട്ട് ഫോണിലേക്ക് ഒരു നോട്ടം, ലൈറ്റ് കത്തുന്നുണ്ടോ, ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ചിന്തിക്കണം. അജ്ഞാത ദേവൻ എന്റെ വായിലെ പ്രാർത്ഥനയെ മഹത്വം എടുക്കരുത്. എല്ലാ സാത്താന്റെ പേരും നിങ്ങൾക്കറിയാവോ? എല്ലാ ദുർബോധത്തിന്റെ പേരും നിങ്ങൾക്കറിയാവോ? എനിക്കറിയത്തില്ല. പക്ഷെ ഒരു അജ്ഞാത ദേവൻ എൻ്റെ ആരാധനയുടെ മഹത്വം എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനൊരു തീരുമാനം എടുക്കണം. കർത്താവ് കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല മറുപടികൾ വരാതെ തടയപ്പെടുന്നു എവിടെയൊക്കെ പ്രാർത്ഥനകൾ. എൻ്റെ സമയം കഴിഞ്ഞു. തടയപ്പെടുന്നു എവിടെയൊക്കെയോ പ്രാർത്ഥനകൾ തടയപ്പെടുന്നു. എവിടെയൊക്കെയോ പ്രാർത്ഥനകൾ ആരോ ക്യാച്ച് ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും എൻ്റെ ദൈവസന്നിധിയിൽ എത്തുന്നില്ല. എഫദാ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ ഈ സെക്കൻഡിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ലൈവിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ലൈവിന് ശേഷമായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. എപ്പോൾ കേട്ടാലും എഫദാ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ സന്ദേശത്തിൽ നിനക്കുള്ള പങ്കുണ്ട്. ഇന്നൊരു തീരുമാനം എടുക്കണം. എന്താ അത്? എൻ്റെ മഹത്വം, എൻ്റെ ദൈവത്തിൻ്റെ പോകേണ്ട മഹത്വം, എൻ്റെ വായിലെ പ്രാർത്ഥന ശത്രു ക്യാച്ച് ചെയ്യത്തില്ല. പിശാചി ക്യാച്ച് ചെയ്യത്തില്ല. ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ പ്രാർത്ഥനകൾ ഈ കഴിഞ്ഞ മിനിറ്റ് വരെയും ചിലപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്ത പ്രാർത്ഥനകൾ, ബുദ്ധിയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ, പ്രാർത്ഥിച്ച് ശീലങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ, ഹല്ലേലൂയ പറഞ്ഞുള്ള ഒരു ശീലങ്ങൾ, ഒരാമേൻ സ്ഥാനത്തും അസ്ഥാനത്തും ഞാൻ ഉപയോഗിക്കുന്ന സ്വർഗീയ ഭാഷയാണ്. ഞാനൊരു ആമേൻ പറഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭാഷ അല്ലത്. ഞാനൊരു ഹല്ലേലൂയ പറഞ്ഞാലും ഞാൻ പഠിച്ച കിൻഡർ ഗാർഡനിൽ നിന്ന് പഠിച്ചു വന്ന വാക്കല്ലത്. ഇതെനിക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നതത്രേ. ഞാൻ അതിനെ യൂസ് ചെയ്യുമ്പം ബോധമുള്ളവനായിരിക്കണം. അറിയത്തില്ലേ? സ്തോത്രം ചെയ്തപ്പോഴാ എരിഹോവിന്റെ മതിലിടിഞ്ഞത്. മൈ ഗാഡ്. നമ്മൾ സാക്ഷ്യം പറയുമ്പോഴും ഇങ്ങനെ കേട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ റോഡിൽ കൂടെ നടന്നു പോയപ്പോൾ ഒരു പട്ടി
എൻ്റെ വണ്ടിക്ക് കുറുകെ ചാടി സ്തോത്രം. ഞാൻ സ്തോത്രം ചേർക്കേണ്ട സ്ഥലമാണോ അത്? ഒരൊറ്റ എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. നമ്മൾ ബോധവാന്മാരല്ല. ഞാൻ ആരുടെ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്? ബോധവാന്മാരല്ല. ആ പട്ടിയെ ഞാൻ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ആ പട്ടി ഗിയോ എന്ന് വിളിച്ചിട്ട് പോയി. സ്തോത്രം. നീ അതിനൊരു സ്തോത്രം പറഞ്ഞു, പിന്നെയും കുഴപ്പമില്ല, പോയല്ലോ. പക്ഷെ പട്ടി കുറുകെ ചാടിയിട്ട് നീ സ്തോത്രം പറഞ്ഞ എന്തിനാ? ആ പട്ടി കുറുകെ ചാടിയിട്ടും ദോഷം വരുത്താത്ത ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ കറക്റ്റായി. നിന്റെ ഭക്തിയല്ല പ്രശ്നം, നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി. നീ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാ നീ സാക്ഷ്യം പറഞ്ഞേ, അതിലൊരു തർക്കവും. നീ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാ നീ സ്തോത്രം, നീ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടാ നീ സാക്ഷ്യം പറഞ്ഞേ. പക്ഷെ ഞാൻ സാക്ഷ്യം ഞാൻ സ്തോത്രം ചേർക്കേണ്ട സ്ഥലം എവിടെ? ആമേൻ ചേർക്കേണ്ട സ്ഥലം എവിടെ? ഞാൻ ഹല്ലേലൂയ പറയേണ്ട സ്ഥലം എവിടെ? അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ അറിയാതെ പൂജിക്കുന്നു. മഹത്വമാർക്ക് വേണം, ദൈവത്തിന് വേണം. പക്ഷെ അവർ അറിയാതെ പൂജിക്കുന്നതിന് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്ന് പറഞ്ഞാൽ സത്യ ദൈവം ആരാന്ന് അവർക്ക് അറിയത്തില്ല. അവിടെ മുഴുവനും ക്ഷേത്രങ്ങളും അവിടെയുള്ള പല 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 ദുഷ്കർമ്മങ്ങളും ആഭിചാരങ്ങളും മറ്റുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അഥേന എന്ന് പറയുന്നത്. കാരണം അവിടെ ബിംബങ്ങൾ നിറഞ്ഞ നഗരമായിരുന്നതും അത് കണ്ട് പൗലോസിന്റെ മനസ്സിന് ചൂടുപിടിച്ചു എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അകൃത്യം കണ്ട മനസ്സിന് ചൂടുപിടിക്കണം കേട്ടോ. അകൃത്യം കണ്ട മനസ്സിന് ചൂടുപിടിക്കണം. ദൈവനിഷേധമാകുന്ന കാര്യങ്ങൾ കണ്ട മനസ്സിന് ചൂടുപിടിക്കണം. അതാ ശരിക്ക് ഗോസ്പൽ ഒരു വ്യക്തിയിൽ വർക്ക് ചെയ്താലുള്ള ഒരു ഗുണം. ദൈവനിഷേധമായത് കണ്ട മനസ്സിന് ചൂടുപിടിക്കണം. ദൈവഹിതമല്ലാത്തത് കണ്ട കേട്ട മനസ്സിന് ചൂടുപിടിക്കണം. അങ്ങനെ മനസ്സ് ചൂടുപിടിക്കപ്പെടാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ വാ തുറക്കാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ചൂടുപിടിക്കും. കാരണം ഞാനിവിടെ അത്രയും അത് തന്നെ. ബാക്കി മനസ്സിലായല്ലോ. എങ്ങനെ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടാകണം എന്നൊരാഗ്രഹത്തിൽ ചെയ്യുമ്പം അവിടെ ഞാൻ 25 വർഷം മുന്നേ ഉള്ള ആളാന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുന്ന കാണുമ്പോൾ ചൂടുപിടിക്കും, പിടിച്ചു പോകും. പൗലോസിനും ചൂടുപിടിച്ചു. അഥേനയിലെ ബിംബങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ദൈവത്തിന് പോകേണ്ട മഹത്വമൊക്കെ, ഇവര് ദൈവം എന്നാ പറയുന്നത്, പക്ഷെ എൻ്റെ ദൈവമായവന് പോകേണ്ട മഹത്വം മറ്റൊന്നിന് പോകുമ്പോൾ ചൂടുപിടിക്കണം. അതിന് ദൈവത്തോടൊരു പ്രത്യേക കൃപ ചോദിക്കണം. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കുറയുമ്പോൾ ചൂടുപിടിച്ചാൽ പോരാ. വിസ കിട്ടാതിരിക്കുമ്പോൾ ചൂടുപിടിച്ചാൽ പോരാ. പിള്ളേരുടെ ജോലി പോകാറായി എന്ന് കേൾക്കുമ്പോൾ ചൂടുപിടിച്ചാൽ പോരാ. പ്രതീക്ഷിച്ച സമയത്ത് ലെറ്റർ വന്നില്ല എന്നറിയുമ്പോൾ ചൂടുപിടിച്ചാൽ പോരാ. പിന്നെയോ ഒരു മാസം ബാങ്ക് ലോൺ മുടങ്ങുമ്പോൾ ചൂടുപിടിച്ചാൽ പോരാ. അല്ലാതെ ചില മേഖലകൾക്കകത്ത് നമുക്ക് ചൂടുപിടിക്കണം. കാരണം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് മഹത്വത്തിൻ്റെ ശുശ്രൂഷയാണ്. മഹത്വം ക്യാരി ചെയ്യുന്നവൻ്റെ ലൈഫിൽ സകലതും ആ ദൈവഭക്തി കൊണ്ട് ക്ലിയർ ആയി പോവും. അവനെ സർവൈവ് ചെയ്യും. ഏത് സിറ്റുവേഷനും സർവൈവ് ചെയ്യും. Oh, hallelujah. In the name of Jesus. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ആമേൻ. അപ്പോ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എത്ര നീറ്റായിട്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. നിങ്ങൾ കേട്ടോ, എന്തുവാടാ കാണിക്കുന്നത്? ഇതൊക്കെ സാത്താനാടാ, ചാത്തനാടാ, ഇതിനെയൊന്നും ആരാധിക്കല്ലേ. നമ്മുടെ ദൈവമാടാ. ദൈവം സ്വീകരിക്കടാ, ദൈവത്തെ സ്വീകരിക്കുക, നീ കർത്താവിനെ രക്ഷിക്കുക. നോ, അങ്ങനെയൊന്നുമല്ല പൗലോസ് പറഞ്ഞത്. ദാരിദ്ര്യത്തിന്റെ സുവിശേഷം ഒന്നും അവിടെ അറിയിച്ചില്ല. ആരായിട്ട് നിന്നാ സംസാരിക്കുന്നതെന്ന് വളരെ ബോൾഡായിട്ടാണ് സംസാരിച്ചത്. അവിടെ കെഞ്ചിയൊന്നുമില്ല. കർത്താവിനെ സ്വീകരിക്കുവോ, സ്നാനമേക്കുവോ, അവിടെ കെഞ്ചിയൊന്നുമില്ല. ഒറ്റ മനുഷ്യരോട് കെഞ്ചരുത്. കർത്താവിനെ കൊണ്ട് നമ്മൾ വിറ്റ് കളയുകയാണ് അവിടെ. അപ്പം അന്നേരം അവർ ചോദിക്കും, ഇപ്പം വേറെ പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലേ, അതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിയതല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ആർക്ക് കേടാ?
നിങ്ങൾക്കോ എനിക്കോ അല്ല കേട്, അത് കേൾപ്പിച്ച എൻ്റെ ദൈവത്തിനാ കേട്. നിന്റെ ദൈവത്തിന് എന്നാടാ മര്യാദയ്ക്കൊരു ജോലി തരാൻ പാടില്ലേ എന്ന് അവരെ കൊണ്ട് ചോദിപ്പിച്ചു പോയാൽ ആകാശവും ഭൂമിയും അതിൻ്റെ കീഴിലുള്ളതും മേളിലുള്ളതും കണ്ണി കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമാകുന്ന സാധനങ്ങൾ, സൃഷ്ടിപ്പുകൾ, ഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ മോനായിട്ടാണ് നിന്റെ മുന്നിൽ വന്ന് ഞാൻ നിൽക്കുന്നേ. ആ ദൈവത്തിൻ്റെ സാക്ഷിയാ ഞാനൊരു ബുദ്ധി ഉപദേശം പറയാം. നിങ്ങൾ കാണാതെ ആരാധിക്കുന്നില്ലേ? നിങ്ങൾക്ക് അജ്ഞാത ദേവന് എന്ന് നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ അങ്ങനെ ഇടുന്ന ഈ വർഷിപ്പ് ആർക്ക് പോകുന്നു എന്നുള്ള പേര് പോലും എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് അറിയാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. പുതിയൊരു ഉപദേശം അവർ കേൾക്കുന്നത്. അപ്പൊ പൗലോസിനോട് ചോദിച്ചു, പിന്നെ എവിടെയാണോ വാസം ചെയ്യുന്നത്? നമുക്ക് താഴോട്ട് വായിച്ചു നോക്കാം. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ. ഒരു ആമേൻ പറഞ്ഞ. സകലവും കൊടുക്കുന്നവൻ, ജീവൻ കൊടുക്കുന്നവൻ, ശ്വാസം കൊടുക്കുന്നവൻ. നിങ്ങളുടെ ആരെങ്കിലും ജീവനോ ശ്വാസത്തിനോ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ വേർഡ് ഡിക്ലെയർ ചെയ്ത് പ്രവചിക്കുന്നു, ജീവനും ശ്വാസവും ആ വ്യക്തിയുടെ മേൽ വന്നിരിക്കും. ഏത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടക്കുന്ന വ്യക്തിയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും കേൾപ്പിച്ചതെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ജീവനും ശ്വാസവും വന്നിരിക്കും. വന്നിരിക്കും. അടുത്തത് സകലവും കൊടുക്കുന്നവൻ. സകലവും കൊടുക്കുന്നവൻ. ഇന്ന് എന്തൊരു ആവശ്യത്തിന്റെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതെന്തൊരാവശ്യമാണെങ്കിലും ആ സകലവും പ്രൊവൈഡ് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാ പൗലോസ് പറഞ്ഞ ഈ വാക്ക്. ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ, സകലവും കൊടുക്കുന്നവൻ, സകലവും കൊടുക്കുന്നവൻ. ആമേൻ. എനിക്കിന്ന് ആവശ്യമുള്ളതിൻ്റെ മേൽ എൻ്റെ ദൈവം മതിയായവനാ. ഒരു വാക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ളതിൻ്റെ മേൽ എൻ്റെ ദൈവം മതിയായവനാ. അപ്പൊ ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ. നിന്റെ ദൈവം സൗഖ്യം കൊടുക്കുവോടാ? എൻ്റെ ദൈവം സൗഖ്യം കൊടുക്കും. നിന്റെ ദൈവം പണം കൊടുക്കുവോടാ? എൻ്റെ ദൈവം പണവും കൊടുക്കും. എന്നാ പിന്നെ ഒരു തെളിവ് കാണിച്ചേ. അങ്ങോട്ട് പോയി നോക്ക്. പത്രോസ് കടലിന്മേൽ ചൂണ്ടലിട്ടപ്പോൾ കിട്ടിയ മീനിന്റെ അകത്ത് ദ്രഹ്മപ്പണം ഇരുന്നു. കർത്താവ് പണവും കൊടുക്കും. നിന്റെ കർത്താവ് ജീവൻ കൊടുക്കുവോടാ? മരിച്ചവരെ ഉയർപ്പിക്കും. നിന്റെ കർത്താവ് ജോലി കൊടുക്കുവോടാ? എത്ര പേർക്ക് കൊടുത്തിരിക്കുന്നു കർത്താവ് ജോലി. ഒരു പണിയില്ലാതെ രാവിലെ ബോട്ടും എടുത്തിറങ്ങും, വൈകുന്നേരം മണ്ണെണ്ണയും കത്തിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നവർക്ക് നല്ല പണിയല്ലേ കർത്താവ് കൊടുത്തേ? സ്തോത്രം. പക്ഷേ പണിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും മാത്രം ഫോളോ ചെയ്യരുതെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പണിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും മാത്രം ഫോളോ ചെയ്യരുതെന്നേ ഉള്ളൂ. അറിഞ്ഞിറങ്ങണം. അതാ നീ എന്തുവാടാ അറിഞ്ഞത്? അറിഞ്ഞതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേന പുരുഷന്മാരെ, നിങ്ങൾ അതിശക്തരായ ഭക്തന്മാരാ. പക്ഷേ ഞാൻ നിങ്ങളുടെ പൂജാ സ്ഥാനങ്ങളെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കിയപ്പോൾ ഒരു വേദിക്കല്ലിൻ്റെ മേൽ അജ്ഞാത ദേവന് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു എഴുത്ത് ഞാൻ കണ്ടു. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? അത് പറയാൻ അറിയത്തില്ല. നിന്നോട് വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയാനുണ്ടാവണം. അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ? അത് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ നീ എന്ത് കണ്ടോണ്ടാ കർത്താവിനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭയങ്കര കടഭാരമാണ്. അതുകൊണ്ട് പറഞ്ഞേക്കരുത്. കേടാ ദൈവത്തിന്. നിങ്ങൾ കടഭാരം കൊണ്ടല്ല ദൈവത്തെ അറിഞ്ഞ്, അതല്ല അതിൻ്റെ സത്യം. നിങ്ങൾ രോഗിയായോണ്ടല്ല ദൈവത്തെ അറിഞ്ഞ, അതല്ല അതിൻ്റെ സത്യം. നിങ്ങൾക്ക് വീടില്ലാത്തതുകൊണ്ടല്ല ദൈവത്തെ അറിഞ്ഞ, അതല്ല അതിൻ്റെ സത്യം. നിങ്ങൾ അറിഞ്ഞു പോയെങ്കിൽ അത് സൃഷ്ടാവിനെ അറിഞ്ഞുപോയി, അതാ സത്യം. നിങ്ങൾ അറിഞ്ഞു പോയെങ്കിൽ സൃഷ്ടാവിനെ അറിഞ്ഞുപോയി, അതാ സത്യം. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് വന്ന് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതല്ലേ? അപ്പം ആള് വീണ്ടും ജനിച്ച സ്നാനമേറ്റ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ആരാധിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വൈഫിനോട് വന്ന് ചോദിച്ചു, നിങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതല്ലേ? ഞാൻ പറഞ്ഞ അതെ. എന്ത് ഭാരവാ നിങ്ങൾക്ക് വന്നേ? ഈ
ഈ രക്ഷിക്കപ്പെട്ട ഈ കൂട്ടത്തിലേക്ക് വരും. എന്ത് ഭാരമാണ് നിങ്ങൾക്ക് വന്നത്? എൻ്റെ പൊന്ന് സഹോദരി, ഭാരം വന്നാൽ മാത്രമേ നമുക്ക് കർത്താവിനെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഞാൻ കേട്ടില്ല. കേട്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞ്, പൗലോസ് പറഞ്ഞതുപോലെ പറഞ്ഞ് പഠിപ്പിച്ച് മേലാൽ ഇതുപോലെ ആരോടും പോയി ചോദിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി വിട്ടേനെ. ഞാൻ നന്നായിട്ട് ടീച്ച് ചെയ്യും. അങ്ങനെ അല്ല ചോദിക്കേണ്ട. ഭാരം വരുമ്പോഴാണോ കർത്താവിനെ അറിയേണ്ടേ? അതും ഒരു ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന വാക്കാന്ന് ഓർക്കണം. എന്ത് ഭാരമാണ് നിങ്ങൾക്ക് വന്നേ? കർത്താവ് അടിച്ചൊടിച്ചു കൊണ്ടുവരുന്നവനാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരെ പ്രത്യേകം കാണാനുണ്ട്. അങ്ങനെ മേടിച്ച് കെട്ടുന്നെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കർത്താവ് അടിച്ചൊടിച്ചു കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കാൻ ദൈവത്തിന് ആളെ കിട്ടാണ്ടിരിക്കുവാണോ? അല്ല, ദൈവത്തെ ആരാധിക്കുന്നവർ ഇല്ലാണ്ടിരിക്കുവാണോ? ഹല്ലേലൂയ. ആ വൈഫ് പറഞ്ഞു, ഭാരോ? ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരു ഭാരവും ഇല്ല. ഞങ്ങൾ ജീവനുള്ള ദൈവം ഇത് എന്ന് അറിയത്തക്കവണ്ണം ദൈവം ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങൾ ഇറങ്ങി. അതിനപ്പുറം ഞങ്ങൾക്ക് ഒരു ഭാരവും ദൈവത്തിന്റെ കൃപയാലില്ല. അതാണ് സത്യം. ഞാനതാ പറഞ്ഞു, അവൻ്റെ അഗാപ്പെ അറിഞ്ഞാൽ, സ്നേഹം അറിഞ്ഞാൽ, അല്ലാതെ ഭാരം വന്നു, ചുളുക്കം വന്നു, ബുദ്ധിമുട്ട് വന്നു, പോരാട്ടം വന്നു. നമ്മൾ കുറച്ച് വാക്കിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പോരാട്ടം വന്നു, അതിയായ ശോധന വന്നു. വരും, ഇല്ലെന്നാരാ പറഞ്ഞേ? വരും. പക്ഷെ അത് വന്നതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞത് എന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തെ അറിയാൻ അതൊരു മുഖാന്തരമായി. അതാണ് സത്യം. ദൈവത്തിന് ഒരാളുടെ ജീവിതത്തിൽ ശോധന കൊണ്ട് വന്നിട്ട് വേണോ അറിയിക്കാൻ? അബ്രഹാം എങ്ങനെയാ ദൈവത്തെ അറിഞ്ഞേ? ഇത്രയും നോക്കിയാൽ മതി. ശോധന വന്നോ? ഭാരം വന്നോ? അതൊക്കെ വരും. പക്ഷെ അതൊക്കെ അപ്പൊ അറിഞ്ഞവരുടെ ജീവിതത്തിൽ വരുന്നതോ അറിഞ്ഞവരുടെ ജീവിതത്തിൽ വരുന്ന ഭാരമോ പ്രയാസമോ? അപ്പൊ ദൈവത്തെ അറിയാഞ്ഞിട്ടാ? ഞാൻ ഫോളോ ചെയ്യുന്നിടത്ത ഈ പ്രശ്നം. ഞാൻ എന്തിനെ ഫോളോ ചെയ്യും? ഞാൻ കുറെ മാനുഷികമായ ടീച്ചിങ്സിനെ ഫോളോ ചെയ്യുന്നു. വാട്ട് ബൈബിൾ സേസ്, എന്ത് ദൈവത്തിന്റെ വേർഡ് പറയുന്നു എന്നുള്ളതിനെ കർത്താവ് എനിക്ക് റിവീൽ ചെയ്യുമ്പോഴാണ് മര്യാദയ്ക്ക് സ്വസ്ഥതയുള്ള ഒരു പെന്തക്കോസ്ത് അനുഭവം ഉള്ളവനാകുന്നത്. പെന്തക്കോസ്ത് അനുഭവമുള്ളവനാകുന്നത്. നമ്മൾ ഈ ഭാരവും പ്രയാസമാണ് കർത്താവിനോട് അടുപ്പിക്കുന്നതെന്ന് വിശ്വസിക്കും കാലം വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ഭാരം ഒഴിയത്തേയില്ല. വല്ലപ്പോഴെങ്കിലും അൺലോഡ് ചെയ്യാൻ താല്പര്യം കാണില്ലേ? എന്റെ സമയം കഴിഞ്ഞു. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. മനസ്സിലാക്കുക, നമ്മുടെ ദൈവം നമ്മുടെ ശുശ്രൂഷ മാനുഷ്യ കൈകളാൽ ആവശ്യപ്പെടുന്നില്ല. നീ അവനെ ശുശ്രൂഷിക്കേണ്ടത് ദൈവം നിന്റെ മുമ്പിൽ ആക്കിയിരിക്കുന്ന ജനത്തെ ശുശ്രൂഷിച്ചുകൊണ്ടായിരിക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷയാണ്. ഞാനതെൻ്റെ ദൈവത്തിന് എന്നവണ്ണാണ് ചെയ്യുന്നത്. ഞാൻ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നവരെ നിങ്ങൾ ശുശ്രൂഷിപ്പിൻ. നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യും? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരാവശ്യക്കാരനാണെന്ന് അറിഞ്ഞിട്ട് ആ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് മുഖം തിരിച്ചു മാറ്റിയിട്ട് നിനക്ക് എങ്ങനെ ദൈവത്തിന്റെ മുഖത്ത് പോയി നോക്കാൻ പറ്റും? കാണുന്നില്ല, കർത്താവ് മുഖം മറിച്ചിരിക്കുക. നമ്മൾ തപ്പിത്തിരിഞ്ഞ് നോക്കുക. 4 ദിക്കും 45 ദിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക ദൈവമുഖം. കർത്താവിന്റെ മുഖം മാത്രം കാണുന്നില്ല, കാണുകയല്ല. നിന്റെ മുമ്പിൽ കാണത്തക്ക വണ്ണം ദൈവം കൊണ്ടുവന്നവൻ ദൈവം അയച്ചവനാ. നിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയവൻ ദൈവം അയച്ചവനാ. നിന്റെ മുമ്പിൽ വിശന്നു നിന്നവൻ ദൈവം അയച്ചവനാ. നിന്റെ മുമ്പിൽ ഒരു ആവശ്യബോധം തുറന്നവൻ ദൈവം അയച്ചവനാ. ചിലരെയൊക്കെ കണ്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ തോന്നലുകൾ കൊണ്ടുവന്നു, ദൈവം തോന്നിച്ചതാ. അതാണ് ശുശ്രൂഷ. വല്ലവർക്കും പ്രയോജനമുള്ളത് ചെയ്യുന്നതാണ് ശുശ്രൂഷ. പ്രൈസ് ടു ജീസസ്. ഞാനിപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കറക്റ്റായി. അല്ലാതെ ഞാൻ ദൈവം 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 പറഞ്ഞിരുന്നിട്ട് നിങ്ങളെ എനിക്ക് യാതൊരു വിലയും ഇല്ല, ഞാൻ നിങ്ങളെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ആരാ? ഞാൻ കപടഭക്തിക്കാരനാ. അതേനെ പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. എല്ലാറ്റിലും അവർ നല്ലവരായിരിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്കകത്തൊരു മാനസാന്തരം വരാനുണ്ട്.
ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കകത്തൊരു മാനസാന്തരം വരാനുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് 29-ാമത്തെ വാക്യത്തിൽ, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശം എന്ന് നിരൂപിക്കേണ്ടതല്ല. ദൈവം അതല്ല. കല്ലിൽ കൊത്തി ഒരു വ്യക്തിയെ കാണിച്ച ദൈവം എന്ന് പറഞ്ഞാൽ അത് ദൈവമല്ല. അത് മനുഷ്യന്റെ ഭാവനയിൽ അവന്റെ കഴിവ് കൊണ്ട് കൊത്തി ഉണ്ടാക്കി അതിനെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അതിന്റെ ഒരു അംശമെടുത്ത് അവൻ വിറക് വെച്ച് തീ കാഞ്ഞ് അവൻ ചോറ് വേകിക്കുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് കറി ഉണ്ടാക്കുന്നു. എന്നാൽ ഇവിടെ നോക്കിക്കേ, ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. ഇതൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാ കാലവും അറിയില്ലാത്ത കാലമാണെന്ന് പറയരുത്. എല്ലാ കാലവും അറിവില്ലാത്ത കാലമാണെന്ന് പറയരുത്. ദൈവം പലതും കേൾപ്പിച്ചതും അറിഞ്ഞതും നിങ്ങളുടെ അറിവിലേക്കാ. എന്നിട്ടും തെറ്റും ചെയ്ത്, കുറ്റവും ചെയ്ത്, കുറവും ചെയ്ത്, നന്മയും ചെയ്യാതെ, ദൈവത്തിന് പ്രയോജനപ്പെടാതെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ദൈവം ക്ഷമിക്കുമെന്ന് പറയരുത്. അറിയായ്മയുടെ കാലത്ത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുക. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാ പൗലോസ് പറഞ്ഞു. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാ പറഞ്ഞ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാ പറഞ്ഞ്. അത് പെന്തക്കോസ്ത് അനുഭവമുള്ളവരാണെങ്കിലും അല്ലാത്തവർ എല്ലാവരും മാനസാന്തരപ്പെടണം. എന്ന് വരെ മാനസാന്തരപ്പെടണം പാസ്റ്റർ? നീ എന്നു മരിച്ചു പോകുമോ അതിന് തൊട്ടു മുന്നേ വരെ മാനസാന്തരപ്പെടണം. കാരണം ഞാൻ ദൈവം ആഗ്രഹിക്കാത്ത പലതിനെയും ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവം ആഗ്രഹിക്കാത്ത പലതിനെയും ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. ദൈവം കാണിക്കാത്ത പലതിനെയും കണ്ടുപോകാൻ സാധ്യതയുണ്ട്. മോഹിക്കാൻ പാടില്ലാത്തതിനെ മോഹിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കാൻ പാടില്ലാത്തതിനെ പഠിക്കാൻ സാധ്യതയുണ്ട്. ഫോളോ ചെയ്യാൻ പാടില്ലാത്തതിനെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ അഗാപ്പയിൽ നിറയണം. ഗുണമോ നിത്യത, ദൈവവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിയൻ, ദൈവത്തിൻ്റെ ശബ്ദത്തിലുള്ള നടത്തിപ്പ്, എന്തെല്ലാം പാക്കേജ്. അതൊരു പാക്കേജാണ്. ഹല്ലേലൂയ. എൻ്റെ വർഷിപ്പ് അന്യദേവന്മാർക്ക് പോകരുത്. എൻ്റെ സ്തോത്രം അന്യദേവന്മാർ എടുക്കരുത്. എൻ്റെ വിശ്വാസം വേറെ ആരും എടുക്കരുത്. അതല്ലേ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എൻ്റേതെല്ലാം നിനക്കായി മാത്രം എന്നെ മുറ്റും തരുന്നത്. എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് ഒരു തീരുമാനം എടുത്ത്, ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ എന്തോ തീരുമാനം എടുക്കും? നാളെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കാമെന്നാണോ? അല്ല. നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, ഞാൻ മാനസാന്തരപ്പെടും. 1. 2, ഞാൻ ഫോളോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കും. ഞാൻ ഫോളോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കും. ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ എന്ന് ഞാൻ പരിശോധിക്കും. പറഞ്ഞേ, ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ എന്ന് ഞാൻ പരിശോധിക്കും. ഞാൻ പരിശോധിക്കും. ഞാൻ പരിശോധിക്കും. In the name of Jesus. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തിൻ്റെ മേലും റിലീസായി. ദൈവമേ, പ്രാർത്ഥനകളെ ഡൈവേർട്ട് ചെയ്യുന്ന, ഞങ്ങളുടെ ശ്രദ്ധയെ കവരുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കവർന്നെടുക്കുന്ന, അത് ദൈവസന്നിധിയിൽ എത്താതെ വണ്ണം അതിനെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും, സകല അന്യായ ശക്തികളും, സകല അജ്ഞാത ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു.
fire makaba libra katosh ainderbo rekosiantasia. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ആരാധന ദൈവത്തിന് മാത്രം, ഞങ്ങളുടെ ഹൃദയം ദൈവത്തിന് മാത്രം, ഞങ്ങളുടെ സ്തുതി ദൈവത്തിന് മാത്രം, ഞങ്ങളുടെ ആരാധന ദൈവത്തിന് മാത്രം, ഞങ്ങളുടെ സ്നേഹം ദൈവത്തിന് മാത്രം, ഞങ്ങളുടെ ശ്രദ്ധ ദൈവത്തിന് മാത്രം. Oh Jesus, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് സകലവും അവിടുന്ന് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. സകലവും നൽകുന്നവൻ. ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുകയാണ്, സമർപ്പിക്കുക. ഒരു പുതിയ ആരാധനാ മനോഭാവം, ഒരു പുതിയ അഭിഷേകത്തിന്റെ മനോഭാവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങളുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഇതേ ചാനലിൽ ഇതേ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലത്തെ മീറ്റിംഗ് യൂട്യൂബിൽ മാത്രമായിരിക്കും 6:30 മണിക്ക്. വൈകുന്നേരം നമുക്ക് യൂട്യൂബിലും സൂമിലും നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ, നിങ്ങളുടെ ടെസ്റ്റിമണീസ് ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് നേരിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ സൗകര്യാർത്ഥം പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താട്ടെ. കർത്താവ് വലിയവ ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത സകല ജനത്തോടും കേൾപ്പിച്ചതാം ദൈവവചനത്തോടും ഇന്ന് രാത്രി 9:30 മണി മുതൽ 10:30 മണി വരെ നടക്കാനിരിക്കുന്ന ടങ്സ് പ്രയറിനോടുകൂടെയും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളോടുകൂടെയും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടെയും കർത്താവിൻ്റെ വിശുദ്ധന്മാരോടുകൂടെയും ഇന്നും എന്നും എപ്പോഴും അരുമനാഥൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഇന്ന് രാത്രി 9:30 മണിക്ക് നമുക്ക് ടങ്സ് പ്രെയർ ഉണ്ട്. 40 ദിവസത്തെ ടങ്സ് പ്രെയറിൻ്റെ 14ാമത്തെ ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് യൂട്യൂബിൽ ജോയിൻ ചെയ്യാം. ഇതേ ചാനൽ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂമിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സൂമിലും യൂട്യൂബിലും കൃത്യം 9:15 ആകുമ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു.